ഓരോ സമയത്തും ഒരു സർക്കാർ മാറി വരുന്ന സമയത്ത് ആ സർക്കാരിന് അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്കായാലും അവർക്ക് പറ്റിയ ഒരു ടീമിനെ അവർ സെലക്ട് ചെയ്യാറുണ്ട്. കാര്യം സർക്കാരിൻ്റെ, അതായത് പാർട്ടിയുടെ നയങ്ങൾ, സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥരിലൂടെയാണ്. അതുകൊണ്ട് അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള ആൾക്കാരെ, ആ ഉദ്യോഗസ്ഥരെ അവർ ക്രൂഷ്യലായിട്ടുള്ള പോസ്റ്റുകളിൽ വയ്ക്കാറുണ്ട്. ഇതിവിടെ പതിവാണ്. അതിൻ്റെ അകത്ത് ഒരു അനൗചിത്യവുമില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ പിണറായി വിജയൻ 2016 ആദ്യമായിട്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് അദ്ദേഹം ആദ്യം ചെയ്തെന്തായിരുന്നു, DGP, സർവിങ് DGP ആയിരുന്ന സെൻകുമാറിനെ പുറത്താക്കിക്കൊണ്ട് അവിടെ DGP സ്ഥാനം ലോക്നാഥ് ബെഹ്റയെ നിയമിച്ചു. ഒടുവിൽ സെൻകുമാർ സുപ്രീം കോടതി വരെയൊക്കെ പോയിട്ടാണ് കുറച്ച് ദിവസത്തെങ്കിലും ആ സ്ഥാനം തിരിച്ചു കിട്ടുകയൊക്കെ ചെയ്തത്. ഇത് എല്ലാ കാലത്തും സർക്കാർ മാറി വരുമ്പോൾ അവരുടെ നയങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്കിവിടെ എത്രയോ കാലമായിട്ട് പരിചയമുള്ളൊരു കാര്യമാണ്. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേപോലെ രണ്ട് സംസ്ഥാനങ്ങളിൽ നടന്നപ്പോൾ രണ്ട് രീതിയിൽ ഇതിനെ അഭിപ്രായം പറയുന്നു, രണ്ട് രീതിയിൽ സമീപിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇത് തന്നെയാണ് ബംഗാളിലും നടന്നത്. ബംഗാളിൽ നടന്ന് ഇപ്പം ഇവിടെ കോൺഗ്രസ് പ്രതിനിധി രോഹിത് പറഞ്ഞത് എന്താണ്, ബംഗാളിൽ അട്ടിമറി നടന്നു എന്ന് ഞങ്ങൾക്ക് ആരോപണമുണ്ട്, അത് ഞങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നു. കേരളത്തിൽ അട്ടിമറി നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരേ ഇലക്ഷൻ കമ്മീഷൻ, ഒരേ സിസ്റ്റം, ഇതെല്ലാം നടക്കുന്നതാണ്. ആ സിസ്റ്റത്തിൽ അതേപോലെ തന്നെ ലക്ഷങ്ങൾ പുറത്തു പോയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ പോയിട്ടില്ല. സത്യത്തിൽ ഇപ്പോഴാണ് ശരിക്കും കോൺഗ്രസ് തിരിച്ചറിഞ്ഞത് അവരുടെ ഇപ്പോൾ നേടിയ ഈ വലിയ വിജയത്തിൻ്റെ ഒരു കാരണം ഇവിടെ നടന്ന SIR തന്നെയാണ്. കാരണം എന്താ പറഞ്ഞില്ല, ഈ പാർട്ടി കോട്ടകളിൽ, CPMൻ്റെ പാർട്ടി കോട്ടകളിൽ അവർ ഇത്ര വലിയ രീതിയിൽ പരാജയപ്പെട്ടതിൻ്റെ ഒരു കാരണം അവിടെ പരേതന്മാരും നാടുവിട്ടുപോയവരും ഇങ്ങനെയുള്ളവരാരും ഇത്തവണ വോട്ട് ചെയ്യാൻ വന്നില്ല. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇലക്ഷനിലും ഈ മരിച്ചുപോയവരെ കാണണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ദിവസം പാർട്ടി ഗ്രാമങ്ങളിൽ ചെന്നാൽ മതി, അവരെല്ലാവരും നിരന്ന് നിന്ന് വോട്ട് ചെയ്യുന്ന കാണാം എന്നൊരു തമാശ വരെ ഉണ്ടായിരുന്നു. അത് ഇത്തവണ നടന്നിട്ടില്ല. ഈ SIR നടന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും UDFൻ്റെ വിജയം ഇത്ര വലിയ വിജയം അവർക്ക് കിട്ടില്ലായിരുന്നു. ഒരു 80-85 സീറ്റിൽ അവർ ഒതുങ്ങുമായിരുന്നു. ഇത് ഈ SIR നടന്നതുകൊണ്ടാണ്. ഇവർ ഏറ്റവും അധികം നന്ദി പറയേണ്ടത് SIRനോടാണിത്. ഈ SIR അന്ന് അവർക്ക് വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും, ആശങ്കയല്ലത്, ഇതിൻ്റെ ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ച ധാരാളം UDF അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർ പറഞ്ഞില്ല, ഇത് സത്യത്തിൽ ഇത് നല്ലതാണ്, പക്ഷേ രാഷ്ട്രീയപരമായിട്ട് അവർക്ക് എതിർത്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിലപാടാണ് ഇവരെടുത്തിരുന്നത്. ഇതേ SIR തന്നെയാണ് ബംഗാളിലും നടന്നത്. പക്ഷേ അവിടെ കോൺഗ്രസ് തോറ്റുപോയതുകൊണ്ടും BJP അവിടെ ജയിച്ചതുകൊണ്ടും അത് ഇലക്ഷൻ അട്ടിമറി. അതേസമയം അതേ സിസ്റ്റം കേരളത്തിലും തമിഴ്നാട്ടിലും നടന്നപ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ വിജയം. ഇതിന് പച്ച മലയാളത്തിൽ നമ്മൾ എന്താ പറയുക, ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് പോട്ടെ, നാടൻ ഭാഷയിലൊക്കെ അതിന് ഒരുപാട് പ്രയോഗങ്ങളുണ്ട്, അതൊന്നും ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞില്ലേ, ഇതാണ് സംഭവം. ഇവിടെ ഇവരുടെ ഈ നിലപാട് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. അല്ലാതെ VD സതീശൻ വന്നു, അദ്ദേഹത്തിന് കംഫർട്ടബിളായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ആ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞാൽ അത്രയ്ക്ക് വേവ് ലെങ്ത് മാച്ചിങ് ഉള്ളവരായിരിക്കണം. അത്രമാത്രം അങ്ങനെ ഒരു ടീമായിട്ട് എത്രയോ കാലം പോകേണ്ടതാണത്, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിയമിച്ചു. അതിൻ്റെ അകത്ത് ഒരനൗചിത്യവുമില്ല. അല്ല, പക്ഷേ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ നിന്നു കൊടുക്കണമായിരുന്നു. നിയമനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്കറിയാം, ഇങ്ങനെ ഒരു നിയമനം നടക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടാകും, ഒരു വിവാദമുണ്ടാകും എന്നറിയാത്ത ആളൊന്നും ആവില്ല VD സതീശൻ. അദ്ദേഹം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. അത് കുറച്ച് ദിവസം പറയും, അതതിൻ്റെ പാട്ടിന് പോകും. അതിനപ്പുറത്തേക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ വേറൊരു വിഷയം കിട്ടുന്ന ആരോപണ വിവാദം എന്ന നിലയിൽ ഇത് കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയിലൊന്നും ആക്കാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി അവർക്കൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ CPMനെ സംബന്ധിച്ചോളം അവർക്കിനി ധൈര്യമായിട്ട് പറയാമല്ലോ, നിങ്ങളെന്താ അവിടെ ചെയ്തത്, നിങ്ങൾ ത്രിപുരയിൽ അങ്ങനെ ചെയ്തില്ലേ, ബംഗാളിൽ ഇങ്ങനെ ചെയ്തില്ലേ, കേരളത്തിൽ ഇങ്ങനെ ആരും ചോദിക്കില്ലല്ലോ. ഇനിയും ധൈര്യമായില്ലോ. ഇപ്പോൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ റോഡിങ്ങനെ തുറന്ന് കിടക്കുകയാണ്, എക്സ്പ്രസ് ഹൈവേ പോലെ. ഏതിലേ കൂടെ വേണേൽ പോകാം, അത്രമാത്രം കാര്യം. എല്ലാം അതായത് അവരെ സ്വതന്ത്രരായി അവർ. അതുകൊണ്ട് ഒരു വിവാദം ഉണ്ടാകട്ടെ എന്നും കൂടി വിചാരിച്ചാണോ? അത് ഉണ്ടാവും. കാര്യം ഇപ്പം ഒരു കാര്യമുണ്ട്, ഇവരിപ്പം CPMും ഇവിടെ ഇപ്പം പരാജയപ്പെട്ട് നിൽക്കുന്ന എന്ന പാർട്ടിയാണ്. ഇവിടെ ഇപ്പോൾ ഇപ്പുറത്ത് BJP ഉണ്ട്, മോശമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പം ഈ സർക്കാരിന് വരുന്ന ഓരോ വീഴ്ചയും
എന്താണ് കിട്ടാൻ പോകുന്നത് അവരത് പ്രയോഗിക്കും. അത് നല്ല ശക്തമായിട്ട് തന്നെ ഉപയോഗിക്കും അവർ. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അത്.